ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ഉരുളക്കിഴങ്ങും 2 മുട്ടയും വെച്ചിട്ടുള്ള വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. വളരെ കുറച്ച് മാത്രം, 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് പുഴുങ്ങുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ചിക്കൻ മസാല ചേർക്കാം. ഈ 2 മസാലയും കയ്യിലില്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഗരം മസാല, അതുപോലെ തന്നെ അല്പം മല്ലിപ്പൊടി, അങ്ങനെ പെരുംജീരകത്തിൻ്റെ പൊടി, അതെല്ലാം മുളക് പൊടി, അതൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്തത്. മീറ്റ് മസാലയിലും ഒരല്പം എരിവുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളകിൻ്റെയും മീറ്റ് മസാലയുടെയും ഒരു എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ടൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഉപ്പും നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം ഈ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളകൊന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിയിലയും നമ്മൾ ചേർത്തിട്ടുള്ള ചതക്കിയ മുളകും കൂടി ഈ മുട്ടയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ചതക്കിയ മുളക് ഇല്ലെങ്കിൽ ഇതിന് വരെ മുട്ടയിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 പീസ് ബ്രെഡാണ്. ചെറിയ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ബ്രെഡിനെ ഞാൻ 4 ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബ്രെഡ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് 1 പീസ് ബ്രെഡ് എടുക്കുക, അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്യാതെ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ബ്രെഡ് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഈ എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം അടുത്ത ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. അങ്ങനെയും വലുതായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളിയാണ്. വളരെ ചെറുതായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാനും ഒക്കെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും. കാണാനും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതേപോലെ എല്ലാതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. 2 മുട്ട ഈ 4 ബ്രെഡിലേക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് ആക്കി കൊടുക്കാം. ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. ആദ്യം സൈഡെല്ലാം മുക്കുക, പിന്നെ മുഴുവനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ എന്തായാലും വെക്കരുത്, ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ എടുത്തിട്ടുള്ള 4 ചെറിയ ബ്രെഡിലേക്ക് 2 മുട്ട കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് സ്നാക്കായിട്ടും കൊടുക്കാൻ നല്ലതാണ്. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വരുന്നില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിത് വെറും മുട്ടയിൽ മാത്രമാണ് മുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം ടൈമൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 2 മുട്ട കറക്റ്റ് പാകമാണ് 4 ബ്രെഡിലേക്ക്. ഇതുപോലെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരിക്കലും ഹൈയിലായിട്ട് വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ചൂടൊന്ന് ക്രമീകരിച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിത് മറിച്ചിടാം. സിമ്പിളായിട്ട് മറിച്ചിടാം. ഇതിൽ നിന്ന് വിട്ടു പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. വേർവിട്ട് പോകുകയൊന്നും ചെയ്യില്ല. ബ്രെഡൊന്നും ഈ എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിൽ നിന്ന് വേർവിട്ട് പോകുകയൊന്നുമില്ല. നല്ല ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ അത് 2 ഭാഗവും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ചെറുതായതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും സിമ്പിളാണ്. ചൂട് ചായക്കൊപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നിങ്ങൾ നല്ല ഒരു ബ്രെഡിൽ മുഴുവനായിട്ട് തേച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും ബ്രെഡും എല്ലാം മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ചെറിയ ക്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.